കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. മുത്തോ ഓ എന്ത് വെച്ചമ്മ? നീ എന്താടാ എങ്ങാണ്ട് പോയി നിൽക്കുന്നത്? അല്ല, കുടുംബക്കാര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ വന്ന് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഹേയ്, അങ്ങനല്ല. ഒരു സാക്ഷി ആവശ്യം എല്ലാ കാര്യത്തിനും. നീ ഇവിടെ തന്നെ നിൽക്കണം. ഓ കേട്ടോ? ഓ ആ, അപ്പോ മക്കളെ, ഞാൻ എന്തിനാ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചതെന്ന് അറിയാവോ? അതൊക്കെ അറിയാം അമ്മ. ആ, അമ്മ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് മക്കളുടെ നന്മ കണ്ടിട്ട് ചെയ്തുള്ളൂ എന്നുള്ളത് ക്ലിയർ ആണ്. ഓ, അപ്പൊ നിനക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാല്ലേ? ഇടയ്ക്ക് ശരി. പ്രശോഭേ, നിനക്ക് എന്താ പറയാനുള്ളത്? അമ്മ, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എല്ലാം അമ്മയുടെ ഇഷ്ടം പോലെ. പോട്ടെ, ഏതായാലും രണ്ടു മക്കളും അമ്മയ്ക്ക് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ഈ ചന്ദ്രഹാസം വീട് ഒരു കുത്തൊഴുക്കിപ്പെട്ടത് ഒരാകപ്പാടെ കലങ്ങി മറിഞ്ഞ് കിടക്കുക. ആകെ മൊത്തം കുടുംബത്തിന്റെ കൺട്രോള് പോയതുപോലെ. അല്ല, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നി അമ്മ. ആ, അതുകൊണ്ട് എല്ലാം പ്രശോഭേട്ടന്റെ പേരിൽ എഴുതി കൊടുത്ത് അമ്മ റെസ്റ്റ് എടുക്കാൻ നോക്ക്. അതാ നല്ലത്. ഏട്ടത്തി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അമ്മ. വേറൊന്നുമല്ല, അമ്മ ശിഷ്ടകാലം നല്ല ആഹാരമൊക്കെ കഴിച്ച് ശരീരമൊക്കെ നോക്കി ആരോഗ്യമൊക്കെ നോക്കി ഇരിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. അയ്യോ, ഞാൻ പറഞ്ഞു തീർന്നില്ല മക്കളെ. അമ്മ പറഞ്ഞു. അതെ, പറഞ്ഞു തീരട്ടെ. അതായത് ഇന്ന് മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ വീട്ടില് മക്കളായാലും ശരി മരുമക്കളായാലും ശരി ഞാൻ പറയുന്നത് കേട്ട് വേണം ജീവിക്കാനായിട്ട്. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിവാസം കാണിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അതിനൊരു അവസാനം ഇല്ലാതായി പോവും. അത് അനുവദിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, കൂടെ ഒരുത്തര് കയറി വരും. കൂടോത്രം, മന്ത്രവാദം, ഇപ്പൊ അങ്ങനെ സംഭവിക്കും, അത് സംഭവിക്കും, ഇത് സംഭവിക്കും. അങ്ങനെയൊക്കെ കയറി വരുന്നവരുടെ അവസാനം എന്തായിരിക്കും എന്ന് എനിക്കിപ്പോ പറയാൻ പോലും പറ്റത്തില്ല. കാരണം ചിലപ്പോ എന്റെ കൺട്രോൾ പോയതിരിക്കും. കേട്ടല്ലോ മുത്തുവേ? ഓ എന്തായാലും നീ ഇതൊന്ന് വായിച്ചേടാ. കൊച്ചമ്മ, ഓ, ഷാളായി എന്തോന്ന്? ഷാളായി. ഓ, അങ്ങനെ. ആ ആ, വായിക്കോ. രാവിലെ കൃത്യം 7 മണിക്ക് എല്ലാ പേരും ഉറക്കമുണരണം. വീട്ടിലെ ജോലികൾ എല്ലാവരും ഉത്തരവാദിത്തത്തോടെ ഒരുമിച്ച് ചെയ്യണം. അവരവർക്കുള്ള ഇഷ്ടഭക്ഷണം അവരവർ തന്നെ ടൈം നോക്കി ഉണ്ടാക്കി കഴിക്കുക. ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് മുത്തു എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന, അതായത് കൊച്ചമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാവുന്നതാണ്. വേണമെങ്കിൽ മതി. പിന്നെ വൈകുന്നേരം 7 മണിക്ക് തന്നെ എല്ലാവരും വീട്ടിൽ തിരികെ എത്തേണ്ടതാണ്. അതിന് ഏത് കൊമ്പത്ത ബിസിനസ് നടത്തുന്ന ആളായാലും ശരി, 7 മണിക്ക് ഗേറ്റ് അടച്ചാൽ പിന്നെ അത് രാവിലെ 7 മണിക്കേ തുറക്കൂ. ഇതെല്ലാം അനുസരിക്കുന്നവർക്ക് മാത്രം ഇവിടെ താമസിക്കാം. പിന്നെ ചന്ദ്രഹാസത്തിന്റെ സ്വത്തുവകകളെല്ലാം തന്നെ സുഹാസിനിയുടേതോ ചന്ദ്രഹാസന്റേതോ താല്പര്യത്തിനൊത്താകും ക്രയവിക്രയം ചെയ്യുന്നത്. ചിലപ്പോ മുഴുവൻ സ്വത്തും സോമജിയുടെ ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ആ, അപ്പോ എല്ലാരും കേട്ടല്ലോ വായിച്ചത് അല്ലേ? മനസ്സിലായല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ, അമ്മ ഇത് പറയാൻ വേണ്ടിട്ടാണോ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത്? അയ്യോ, നീ എന്താ വിചാരിച്ചേ? സ്വത്ത് എഴുതി അങ്ങോട്ട് കയ്യിൽ തരാനാണെന്നോ? എടാ ചെറുക്ക, ശരീരം വേർത്ത് അധ്വാനിച്ച് 5 ചക്രം ഉണ്ടാക്കാൻ നോക്കാം ആദ്യം. ആ